നിങ്ങളുടെ ഈ അസോസിയേഷന്റെ ഭാഗമല്ലേ രാഹുൽ ഈശ്വറൊക്കെ, അവരൊക്കെ വിട്ടുനിന്നത് നിങ്ങൾ തടയും എന്ന് പറഞ്ഞ ഒരു നിലപാടുണ്ടാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഉണ്ടോ? രാഹുൽ ഈശ്വർ നമ്മുടെ മെമ്പറൊന്നുമല്ല, നമ്മുടെ കൂടെ അനുഭവപൂർവ്വം വിജയകാംക്ഷിയാണ്. അതെ, ആയിരുന്നുവെങ്കിലും പുള്ളിക്കാരൻ ഞാനിപ്പോൾ ഒരു ആക്സിഡന്റ് ആയിട്ട് കിടപ്പിലായപ്പോൾ മെൻസ് കമ്മീഷൻ ഞാനാണ് കൊണ്ടുവന്നത്. പക്ഷെ പുള്ളിക്കാരൻ അത് പുള്ളിയുടെ കുടുംബസ്വത്താക്കാൻ വേണ്ടിയിട്ട് നടന്നു, ഹൈജാക്കിയാ ശ്രമിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിന്റെ ഒരു തെറ്റായ നടപടി. അതിനുശേഷം 2-3 പ്രോഗ്രാമൊക്കെ അദ്ദേഹം നടത്താൻ ശ്രമിച്ചു, അതെല്ലാം പാളിപ്പോയി. അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മുടെ കൂടെ വരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇന്ന് ബസ് തടഞ്ഞുള്ള സമരമില്ല, ടിക്കറ്റ് എടുക്കാതുള്ള യാത്രയും ഇല്ല. കൈ കാണിച്ച് തടഞ്ഞു എന്നുള്ളത് നിർത്തിയിട്ട് ഞങ്ങള് ബസ് കൈ കാണിച്ച് നിർത്തി മാന്യമായിട്ട് ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുമെന്നാണ്. ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യും. ഇന്ന് മുഖ്യമന്ത്രിയുടെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടി ശ്രദ്ധയപ്പെട്ടിരുന്നു തോന്നുന്നു അല്ലെ, ഒരു എന്തുകൊണ്ട് സൗജന്യം കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതിന്. അതെ, അദ്ദേഹം പറഞ്ഞ അതിൽ വിയോജിപ്പുണ്ട്, അത് ഞാൻ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം അന്ന് പറഞ്ഞ ഈ ഒരു വാക്ക് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ ആ കാശ് വീട്ടിലെത്തില്ല എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ പുരുഷന്മാര് ഒരു ചെറിയൊരു വിഭാഗം ഒരു പക്ഷേ ഈ പറയുന്ന രീതിയിൽ ഉണ്ടാവാം. എന്തായിരിക്കും ഉദ്ദേശിച്ചത്? അദ്ദേഹം ഉദ്ദേശിച്ചത് മദ്യം. കാര്യം സർക്കാരിലേക്ക് ആ കാശ് കിട്ടുമെന്നാ പറഞ്ഞത്, അപ്പോൾ മദ്യമാണ് ഉദ്ദേശിച്ചത്. അപ്പൊ പുരുഷന്മാരെല്ലാവരും ജോലി ചെയ്യുന്ന കാശ് മദ്യപിച്ചിട്ടാണോ വീട്ടിൽ പോകുന്നത്? അങ്ങനല്ല. ഞാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നവർ പിള്ളേർക്കും ഭാര്യയ്ക്കും വേണ്ടിയിട്ട് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ, ഒരു ചായ കുടിച്ചാൽ അത് ആ കാശ് നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കി ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി കരുതി വീട്ടിൽ കൊണ്ടുപോയി, അല്ലെങ്കിൽ അവർക്ക് ഷോപ്പിൽ നിന്ന് അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങി, പാല് സഹിതമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോകുന്ന ഭർത്താക്കന്മാരെയും പിതാക്കന്മാരെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ളവരെ തള്ളിപ്പറഞ്ഞതിൽ മോശമാണ്. നമ്മുടെ മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തന്നെയാണ് മറ്റൊരു നാവിലൂടെ ഇത് പറയുന്നത് അല്ലേ? അപ്പൊ അതിലെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പുരുഷന്മാരെല്ലാം മദ്യപാനികൾ എന്നൊരു ധാരണ അദ്ദേഹത്തിനുണ്ടോ? ഒരുപക്ഷെ അദ്ദേഹം മദ്യപിക്കാത്തത് കൊണ്ട് ഈ മദ്യപിക്കുന്നവരെല്ലാം അങ്ങനെയാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുക. അത് അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ അദ്ദേഹത്തിൽ നിന്ന് മാറും. അദ്ദേഹത്തിന് നിവേദനം കൊടുക്കും. നമ്മുടെ നിലപാടുകൾക്ക് മാറ്റമല്ല. ഏതാണ് ഇപ്പൊ പ്ലക്കാർഡ് ഒരുപാട് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ മാത്രമേ ഉന്നയിക്കുന്നുള്ളൂ. KSRTC ബസ്സിൽ പുരുഷന്മാർക്ക് സീറ്റ് സംവരണം വേണം. 2, 60 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്ക് അവർക്ക് ഫ്രീ അനുവദിക്കണം. 3, എല്ലാ വിദ്യാർത്ഥികൾക്കും, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വിദ്യാർത്ഥികൾക്കല്ലേ ഫ്രീ ടിക്കറ്റ് നമ്മൾ കൊടുക്കേണ്ടത്. കാര്യം എല്ലാ സ്ത്രീകൾക്കും എന്ന് പറയുമ്പോഴാണ് നമുക്ക് വിയോജിപ്പ്. എല്ലാ സ്ത്രീകൾക്കും വേണ്ട. കാരണം എന്താ പറയാ, അതിന് അർഹിക്കുന്ന സ്ത്രീകളിലോട്ട് എത്തണം. അത് സാധാരണക്കാർ അവർക്കെത്തണം, മറ്റുള്ളവർക്ക് കൊടുക്കരുത്. ലക്ഷക്കണക്കിന് രൂപ സാലറി വാങ്ങുന്നവർ വാഹനം വെച്ചിട്ട് അവർ ഈ ബസ്സിൽ കയറും. അത് ഒഴിവാക്കണം എന്നാണ് ഞങ്ങൾക്കുള്ള ആഗ്രഹം. ഇതാണ് അവരുടെ നിലപാട്. ബസ് തടയുന്നില്ല, പക്ഷെ ബസ് കൈകാണിച്ച് നിർത്തി യാത്ര ചെയ്ത് ടിക്കറ്റ് എടുത്ത് തന്നെ പ്രതിഷേധിക്കും. ടിക്കറ്റ് എടുത്തുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയിൽ ഒരു ചെറിയ പരിഭവമുണ്ട്. പുരുഷന്മാർക്ക് സൗകര്യം നൽകിയത് വീട്ടിലെത്തില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ പുരുഷന്മാർക്ക് സൗജന്യം കൊടുത്താൽ ആ പൈസ വീട്ടിലെത്തില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ എന്താണ് നിങ്ങളുടെ നിലപാട്? ഇല്ല, അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ പുരുഷന്മാർക്ക് സൗജന്യ യാത്ര കൊടുക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഏതായാലും 60 വയസ്സ് കഴിഞ്ഞ് വൃദ്ധ ആൾക്കാർക്കും സൗജന്യം കൊടുക്കാമല്ലോ, പുരുഷന്മാർക്ക് അവർക്കും കൊടുക്കാമല്ലോ. അതാണ് ഇവരുടെ ചോദ്യം സഹിത. പുരുഷന്മാർക്ക് എല്ലാവർക്കും കൊടുത്തില്ല പോലും ഈ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾക്കെങ്കിലും കൊടുക്കണ്ടേ എന്ന ചോദ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ബസ്സിൽ ടിക്കറ്റ് എടുക്കാതെ അവർ യാത്ര ചെയ്യില്ല. പക്ഷേ ബസ്സിൽ കയറി, ബസ് കൈ കാണിച്ച് നിർത്തി ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് പ്രതിഷേധിക്കും. പുരുഷന്മാർക്കും തുല്യ സംവരണം എന്നാണ്. സ്ത്രീകൾക്ക് സൗജന്യമെങ്കിൽ പുരുഷന്മാർക്കും ആ സൗജന്യ യാത്ര കൊടുക്കണം എന്ന് തന്നെയാണ് അവരുടെ. ചേട്ടാ, എന്താണ് ഈ പുരുഷന്മാർക്ക് സൗജന്യം വേണോ? എന്താ പുരുഷന്മാർക്ക് സൗജന്യ യാത്ര? പുരുഷന്മാർക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ആവറേജ് പറഞ്ഞില്ലേ, ഒരു 50-56 വയസ്സ് വരെ കഴിഞ്ഞവർക്ക് ആ സീറ്റ് കൊടുക്കണം. ഒന്ന്, ഇപ്പോഴും KSRTCയിലുള്ളതെന്ന് പുരുഷന്മാരെ അംഗവൈകല്യം, മുതിർന്നവര്, അങ്ങനെ പിന്നെ കുഞ്ഞും ഇതൊക്കെ, അതിനെല്ലാം ഉപരി ഇവർ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ബസ്സിൽ ഇപ്പോൾ കാണുന്ന ഇന്ദിര എന്ന് പറയുന്നത് ഒരു ബസ് ഇപ്പോൾ പോകുന്നുണ്ട്. അതിന് പകരം ഇവർ 2 ബസ് പിന്നെ പ്രൈവറ്റ് വിട്ടാലോ? ഈ പുരുഷന്മാർക്ക് സൗജന്യം കൊടുത്താൽ പണം വീട്ടിലെത്തില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി മാത്രം തീരുമാനിച്ചാൽ മതിയോ? മദ്യപിക്കുന്ന പറയുന്നത് സർക്കാരിലേക്ക് തിരിച്ചു കിട്ടും, ആ പൈസ സർക്കാരിലേക്ക് തിരിച്ചു മദ്യം വാങ്ങിച്ചു പോകുന്നതാണ് പറയുന്നത്. അത് ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രി അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുഖ്യമന്ത്രിയും പറയില്ല, ആഭ്യന്തരമന്ത്രിയും പറയില്ല, എക്സൈസ് മന്ത്രിയും പറയില്ല. ഇതൊക്കെ പ്രതിപക്ഷങ്ങൾ പറഞ്ഞു പരത്തുന്നതാണ്. മുഖ്യമന്ത്രിയുടെ ആളാണ് തീർച്ചയായിട്ടും. ഞാനൊരു ഞങ്ങൾ പറഞ്ഞ ആൾക്കാരുള്ള നമുക്കും വേണമല്ലോ ഇത്, അതിനു വേണ്ടി ഇറങ്ങിയതാ. മുഖ്യമന്ത്രി വിശ്വാസമുണ്ട്? തീർച്ചയായിട്ടും 100% വിശ്വാസമാണ്.
ഓക്കെ, ഇതാണ് മുഖ്യമന്ത്രി വിശ്വാസമുണ്ട്. പക്ഷേ പുരുഷന്മാർക്ക് കൂടി ഇത്തരം സൗജന്യം, ഒന്നുമില്ലെങ്കിൽ സീനിയർ സിറ്റിസൺ ആ പരിധിയിൽ വരുന്ന ആളുകൾക്കെങ്കിലും സൗജന്യ യാത്ര അനുവദിക്കണമെന്നാണ് മെൻസ് അസോസിയേഷന്റെ ആവശ്യം. സജിത്ത്, യെസ്, അതാണ് ആവശ്യം. എന്തായാലും ഇതിൽ ലിംഗഭേദമില്ലാതെ ഈ സൗജന്യം വരേണ്ടതാണോ എന്ന ചോദ്യത്തിന് എന്തായാലും ഒരു പ്രായം കഴിഞ്ഞുള്ള ആളുകൾക്കൊക്കെ വരാം. അത് ആ രീതിയിലുള്ള പരിഗണന കൂടി ഉണ്ടാകുമെന്ന് കരുതാം. എന്തായാലും മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ എന്തായാലും അവർക്ക് കൂടി ആ പ്രതിഷേധത്തിൻ്റെ ഒരു ശക്തി കുറച്ചിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. എന്തായാലും അവർ സംഘടിക്കുകയാണ്, പുരുഷ അസോസിയേഷൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.